மலையாள நடிகரின் பேச்சுக்கு விஜய் ரசிகர்கள் கடும் எதிர்ப்பு. திரைப்பட நிகழ்ச்சி ஒன்றில் பேசிய மலையாள நடிகர் தயான் சீனிவாசன் தான் முதலமைச்சராக பதவியேற்கும் போது புடவை கட்டிக்கொண்டு ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ, എന്നിട്ട് നമുക്ക് പതിയെ 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 CM ആവാം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വരെ ട്രോളി കൗണ്ടർ അടിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെ. അങ്ങനെ എല്ലാവരും ട്രോളി ആ ട്രോളിൽ അങ്ങ് അതിർത്തി കടന്നപ്പോൾ, അതായത് നമ്മുടെ കേരളക്കരയുടെ അതിർത്തി കടന്ന് അങ്ങ് തമിഴ്നാട്ടിൽ എത്തിയപ്പോഴത്തേക്കും അത് വലിയൊരു വിവാദമായിരിക്കുകയാണ്. എന്തായാലും ഇനി കുറച്ചു നാളത്തേക്ക് ധ്യാൻ ശ്രീനിവാസിന് തമിഴ്നാട്ടിൽ പോകാൻ പറ്റുമോ എന്നൊരു കാര്യം സംശയം തന്നെയാണ്. ഇതിന്റെ ഇടയിലാണെങ്കിൽ ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ ചേട്ടൻ, അതായത് വിനീത് ശ്രീനിവാസും കുടുംബവും താമസിക്കുന്ന ചെന്നൈയിലാണ്. ഇനി അദ്ദേഹത്തിന്റെ ഗതി എന്താവോ എന്തോ. കഴിഞ്ഞ ദിവസം നവ്യ നായരുടെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ, അതായത് ഒട്ടുമിക്ക താരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തന്നെ ധ്യാൻ പതിവ് പോലെ ഒരു കോമഡി അങ്ങ് പറഞ്ഞു. ആ കോമഡിക്കാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വേണ്ടിയുള്ള വഴി, അതായത് വാതിൽ തുറന്നിരിക്കുന്നത് തന്നെ പറയണം. എന്തായാലും നമുക്ക് തമിഴ്നാട്ടിലെ ഇതിനെക്കുറിച്ച് വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടുത്തെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് നമുക്കൊന്ന് കണ്ടു നോക്കാം. நான் முதலமைச்சராக பதவியேற்கும் போது நீ புடவை கட்டி வர வேண்டும். மலையாள நடிகரின் பேச்சுக்கு விஜய் ரசிகர்கள் கடும் எதிர்ப்பு. திரைப்பட நிகழ்ச்சி ஒன்றில் பேசிய மலையாள நடிகர் தயான் சீனிவாசன் தான் முதலமைச்சராக பதவியேற்கும் போது புடவை கட்டிக்கொண்டு முன் வரிசையில் வந்து அமர்ந்து ஆனந்த கண்ணீர் வடிக்க வேண்டும் என நடிகை நவ்யா நாயரை நோக்கி கூறினார். இதனால் அந்த அரங்கத்தில் சிரிப்பலை ஏற்பட்டது. தமிழக முதலமைச்சராக விஜய் பொறுப்பேற்றபோது நடிகை த்ரிஷா முன் வரிசையில் புடவையில் வந்து ஆனந்த கண்ணீர் வடித்த சம்பவத்தை தான் அவர் குறிப்பிடுகிறார் என நெட்டிசன்கள் விமர்சித்து வருகின்றனர். இதனால் விஜய் ரசிகர்கள் நடிகர் தயான் சீனிவாசன் மற்றும் நவ்யா நாயரை சமூக வலைதளத்தில் வறுத்தெடுத்து வருகின்றனர். അതായത് സംഭവത്തിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതായത് വിജയും തൃശയും, അതായത് തമിഴ്നാട്ടിലെ വലിയ താരനിരയാണ്. വിജയ് പഴയതുപോലെയല്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു, അതായത് ഈ വേദിയിലെ ഒരു പ്രസംഗത്തിനിടയിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു, എങ്ങാനും ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ തൃശയെ പോലെ നവ്യ നായർ വന്ന് ധ്യാൻ ശ്രീനിവാസന് സപ്പോർട്ടായിട്ട് വന്ന് നിൽക്കണം എന്ന രീതിയിൽ ഒരു കോമഡി ആയിട്ട് പറഞ്ഞിരുന്നു. ആ കോമഡിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ആ കോമഡി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളൊക്കെ ഏറ്റെടുത്തങ്ങ് എന്താ മനസ്സ് തുറന്ന് അങ്ങ് ചിരിച്ചാണ് നമ്മൾ അത് തള്ളിവിട്ടത് അല്ലെ. പക്ഷെ അതങ്ങ് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോൾ അത് വൻ വിവാദമായിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസിനെതിരെ ഇപ്പോൾ വലിയ വലിയ സൈബർ ആക്രമണങ്ങളാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ധ്യാൻ ശ്രീനിവാസൻ പങ്കുവച്ച ആ പ്രസംഗം ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM ആകുമ്പോൾ വന്നാൽ മതി. കണ്ണ് നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള് എന്ന് പറയുന്നത് എന്റെ മെന്ററും എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത്, എന്റെ പാർട്ട്ണർ, എന്റെ വഴികാട്ടി, നിങ്ങൾ തന്നെ, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിന് മുന്നേ ഞാൻ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിന് മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ, എന്നിട്ട് നമുക്ക് പതിയെ പതിയെ പതിയെ
CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു. അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരിനെ, കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ, അജുവിന്റെ പവർ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ധ്യാൻ ഈ കൗണ്ടർ അടിക്കുന്നത്. ഇതിൽ പറയുന്ന മറ്റു ചില സുപ്രധാന കാര്യങ്ങളും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വിജയ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ പറയുന്ന വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും ഇവരൊക്കെ ചാരിറ്റി പ്രവർത്തനത്തിന് പണ്ട് മുതൽ, അതായത് ഇവരൊക്കെ സിനിമയിൽ വന്ന തുടക്കം മുതൽ തന്നെ ഇവരൊക്കെ ഈ ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ സജീവമായ ആൾക്കാർ തന്നെയാണ്. അല്ലാതെ രാഷ്ട്രീയത്തിൽ എത്തണം എന്നൊരു പ്ലാനിങ്ങോടെയാണ് ഈ പറയുന്ന വിജയ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമൊക്കെ ഇതിനു മുൻപ് തന്നെ, അതായത് അദ്ദേഹത്തിന്റെയൊക്കെ തുടക്കകാലത്ത് തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്തായാലും ഇത് പ്ലാനിങ് ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് ഇതുകൊണ്ട്, അതായത് വിജയ് സർക്കാർ വന്നതുകൊണ്ട് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും, അതായത് ഓരോ ദിവസത്തിലെ ഓരോ നീക്കങ്ങളും നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങളായി നമ്മൾ അറിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പൊ അതൊക്കെ ലഭിക്കുന്ന ഈ പറയുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. അതായത് ഈ പൊളിറ്റിക്സിലോട്ട് വിജയ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വിജയ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ കോമഡി രൂപേണ ഈ പറയുന്ന ധ്യാനം വെറുതെ പറഞ്ഞതാണ്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ആണ് ഈ വിജയ് ഈ രാഷ്ട്രീയത്തിലോട്ട് എത്തിയതല്ലോ. അപ്പൊ പറഞ്ഞതിൽ ഇടയ്ക്ക് എപ്പോഴൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട്, അതായത് ഈ ധ്യാനം ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കുറച്ച് കോമഡി സംഭവങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ അവിടെയുള്ള അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് വിഷയമായിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ നമ്മൾ അവിടെ വന്നിരിക്കുന്ന സ്റ്റേജിന്റെ അവിടെ വന്നിരിക്കുന്ന കാണികളെയൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയൊക്കെ പുള്ളി വെറുതെ ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. പക്ഷെ അത് തമിഴ്നാട്ടിൽ എത്തിയപ്പോഴത്തേക്കും അവർക്കത് കൊണ്ടു. അതായത് തമിഴ്നാട് എന്നൊക്കെ പറയാൻ നേരത്തെ ശരിക്കും നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പറയുന്ന രജനീകാന്തിന് വേണ്ടിയിട്ട് രജനീകാന്തിനെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് തൂങ്ങി മരിച്ചു, അങ്ങനെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അതേപോലെ തന്നെ ഈ ജയലളിത ഉണ്ടല്ലോ, ജയലളിത മരിച്ചപ്പോഴത്തേക്കും ആണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലുകാരെ അത് പുറത്ത് പറയാനായിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയലളിത മരിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിനെതിരെ ആക്രമണം ഉണ്ടായല്ലോ എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ജയലളിതയ്ക്ക് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പതിയെ കാമാക്കിയാണ് അവിടുത്തെ ജനങ്ങളോട് ജയലളിത മരിച്ചെന്ന വിവരം പുറത്തോട്ട് പറഞ്ഞത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈ സിനിമ, രാഷ്ട്രീയം എന്നതിലൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴാണെങ്കിൽ വിജയ് സർക്കാർ വന്ന പിന്നെ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്, എന്റെ ദൈവമേ അവിടെ ഒന്ന് പോയി ജീവിക്കുക. ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും അവിടെ എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന വിജയ് സർക്കാരിന്, അതായത് വിജയെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ കാണുന്നത് ഒരു ദൈവത്തെ പോലെയാണ്. അപ്പോൾ വിജയ്ക്കെതിരെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ നോക്കാൻ നേരത്തെ അതൊരു തമാശയാണെങ്കിലും, പക്ഷെ അവരുടെ നാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും തങ്ങളുടെ ഒരു ദൈവത്തിനെ കളിയാക്കി പറഞ്ഞു എന്ന രീതിയിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ ഇപ്പൊ ഭയങ്കര ജനരോക്ഷമായി, അതായത് ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പൊ ഈ പറയുന്ന ശ്രീനിവാസനോട്, അതായത് ധ്യാൻ ശ്രീനിവാസനോട് സംസാരിക്കുന്നതും അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതൊക്കെ. ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിന് മുൻപേ ഉള്ള ഈ വിജയുടെ ഒരു പ്ലാനിങ് ആയിരുന്നു ചാരിറ്റി എന്ന് പറയുന്നത്. ആ ചാരിറ്റിയിലൂടെയാണ് വിജയ് അവിടെയുള്ള ജനങ്ങളുടെ മേളിലോട്ട് എത്തിച്ചേർന്നത്, ജനങ്ങളുടെ മനസ്സിലോട്ട് എത്തിച്ചേർന്നത് എന്നാണ് അവിടുത്തെ ഒരു രീതിയിൽ ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇതോടെ തമിഴ്നാട്ടിലെ വിജയ് ആരാധകർ ധ്യാൻ ശ്രീനിവാസനെതിരെ തിരിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാൻ ശ്രീനിവാസൻ തമിഴ്നാട്ടിലോട്ട് വരരുത്, അതേപോലെ തന്നെ വിജയിനെ കുറിച്ച് പറയാനായിട്ട് ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നൊക്കെയാണ് അവിടുത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതും ഭയങ്കരമായിട്ട് സൈബർ ആക്രമണമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ട്രോളുകളും ഇൻഹൗസ് കോമഡികളൊക്കെ വളരെ സാധാരണമാണ് കേരളത്തിലെ ജനതകൾക്ക്. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഈ സിനിമാ നടന്മാരെയൊക്കെ നമ്മൾ ട്രോളുന്നത് അത് വളരെ സർവ്വസാധാരണമായ കാര്യമാണ് ഈ കേരളത്തിൽ. പക്ഷെ അത് നേരെ തിരിച്ച് തമിഴ്നാട്ടിലോട്ട് എത്താൻ നേരത്ത് അവിടുത്തെ ഒരു സംഭവമേ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലാഘവത്തോടെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് നേരെ തിരിച്ച് തമിഴ്നാട്ടിലോട്ട് എത്താൻ നേരത്ത് അതിന്റെ ഒരു ടോണ്, അതായത് അതിന്റെ ഒരു രീതിയെ മാറിപ്പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലൈവന്മാരോട് ആരാധന എന്ന് പറയുന്നത് അവർക്കൊരു വൈകാരികമാണ്. അത് പോകുന്ന ലെവൽ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നും, അതായത് നമ്മളെപ്പോലെ കേരള ജനതകൾക്കൊന്നും അതൊന്നും നിർണ്ണയിക്കാനേ സാധിക്കത്തില്ല. അതും വിജയനെ പോലെ ഒരു മാസ് ഹീറോയിനെ കുറിച്ച് പറയാൻ നേരത്ത് അത് അവിടുത്തെ ജനങ്ങൾ ഭയങ്കര വലിയൊരു സെൻസിറ്റീവ് സബ്ജക്റ്റ് ആക്കി എടുത്തു തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു തള്ളിക്കളഞ്ഞ ഒരു തമാശ അത് അതിർത്തി കടന്നപ്പോൾ അതൊരു വലിയൊരു തർക്ക വിഷയമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്.
ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച് ധ്യാൻ ശ്രീനിവാസൻ അത് മനഃപൂർവ്വം ആരെയും അപമാനിക്കാൻ പറഞ്ഞതല്ല എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിലും പക്ഷെ അത് തമിഴ്നാട്ടിലെ ജനങ്ങൾ അത് അങ്ങനെ എടുക്കില്ല. അവരൊരു ചിന്തിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞത് വേറെ രീതിയിലാണ്. അവരുടെ ഒരു എന്താ പറയുക ദൈവത്തെ കളിയാക്കി എന്നൊക്കെ രീതിയിൽ അവർ ചിന്തിക്കുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഇത്രയും വൈകാരികമായിട്ട് അവിടെ പെരുമാറുന്നതും ഈ ധ്യാൻ ശ്രീനിവാസനെതിരെ ഇത്രയും സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതൊക്കെ. ഈ വിവാദത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ധ്യാൻ പറഞ്ഞത് അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? അതോ തമിഴ് ആരാധകർ ഇതിനെ അനാവശ്യമായിട്ട് വലുതാക്കുകയാണോ ചെയ്യുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു ഹൈപ്പും കൂടി ചെയ്തേക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.